ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയ വൈദികരെ, സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരങ്ങൾ, നിങ്ങളിൽ എത്ര പേരാണ് ആദ്യമായിട്ട് ലൂയിസ് അലി ദമ്പതികളുടെ തിരുനാൾ ആഘോഷിക്കുന്നത്? ഒരാള്. എത്ര പേരുണ്ടെന്ന് കൈവക്കാം. എന്തായാലും 10 താഴെയാണ്. ബാക്കി എല്ലാവരും തന്നെ ലൂയിസ് അലി ദമ്പതികളുടെ തിരുനാള് ഇതിനു മുന്നേ ആഘോഷിച്ചിട്ടുള്ളവരാണ്. ഞാനും ആദ്യമായിട്ടാണ് ആഘോഷിക്കുന്നത്. എന്നാണ് ലൂയിസ് അലി ദമ്പതികളുടെ വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചത്? ഏത് വർഷമാണെന്ന് ഓർക്കണം. 2015 12ാമത്തെ വർഷം, 11ാമത്തെ വർഷമാണ്. നമ്മൾ അധികം പേരും ലൂയിസ് അലി ദമ്പതികളുടെ തിരുനാൾ ഓൾറെഡി ആഘോഷിച്ചിട്ടുള്ളവരാണ്. ഇന്ന് എന്നോട് പ്രസംഗം പറയണമെന്ന് മണവാളച്ചൻ പറഞ്ഞു. അപ്പോ സിസ്റ്റർ എന്നോട് ചോദിച്ചു, ഏത് സുവിശേഷ ഭാഗമാണ് എടുത്തു വെക്കേണ്ടതെന്ന് ചോദിച്ചു. ഞാനപ്പോ മനസ്സിൽ ആലോചിച്ചു, ബൈബിളിൽ എവിടെയെങ്കിലും നല്ല ഒരു കുടുംബത്തെ കണ്ടെത്താൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ അതെടുത്ത് വെക്കാനോട് വിചാരിച്ചു. ദൈവാനുഗ്രഹം കൊണ്ട് ബൈബിളിൽ ഒരു നല്ല കുടുംബം ഇല്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബൈബിളിൽ ഒരു നല്ല കുടുംബം ഉള്ളതായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? സന്തോഷവും സമാധാനവും പരസ്പര ബഹുമാനവും കരുണയും ഒക്കെയുള്ള ഒരു കുടുംബം ബൈബിളിലുണ്ടോ? എന്തോ തിരുക്കുടുംബത്തിന് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അവിടെ എവിടെയാണ് സന്തോഷമുള്ളത് ഞാൻ ഇതുവരെ നോക്കിയിട്ട് കണ്ടിട്ടില്ല. ജോബിന്റെ പുസ്തകം, ജോബിന്റെ കുടുംബം. ജോബിന്റെ കുടുംബത്തിൽ പൂർത്തിയായി. തുടക്കം ഞാൻ പറഞ്ഞു, ഞാനിതിന്റെ ഒരു ടോട്ടാലിറ്റിയിലാണ്. നമ്മൾ സാധാരണ ഒരു വിശുദ്ധന്റെ തിരുനാൾ, വിശുദ്ധയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അവരുമായിട്ട് ചേർന്ന് പോകുന്ന ഒരു സുവിശേഷ ഭാഗമോ തിരുവചന ഭാഗമോ ആണ് എടുക്കുക. അപ്പൊ ലൂയിസ് അലി ദമ്പതികളുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നല്ല ഒരു കുടുംബത്തെ, സന്തോഷമുള്ള സമാധാനമുള്ള ദൈവാനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു കുടുംബത്തെ തപ്പിയിട്ട് ബൈബിളില് ഞാൻ കണ്ടില്ല. അപ്പൊ ഞാൻ അടുത്തത് എന്ത് ചെയ്തു? വൈകുന്നേരം ഒരല്പം നേരത്തെ വന്നു. എന്നിട്ട് എനിക്ക് ആക്സസ് ഉള്ള ഒരു ബൈബിൾ പണ്ഡിതനുമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്യുന്നു. ആരാ പറഞ്ഞു? ഞാൻ പറഞ്ഞു, അച്ഛൻ 5-6 വർഷമായി പണിക്ക് ഇറങ്ങിയിട്ട് ഞാൻ ബൈബിളിൽ നോക്കിയിട്ട് ഒരാളെ പോലും കണ്ടിട്ടില്ല. നല്ലൊരു കുടുംബമുണ്ടത്. അപ്പൊ അച്ഛൻ താത്വികമായതിനെ അവലോകനം ചെയ്തു. അച്ഛൻ പറഞ്ഞ്, നല്ല കുടുംബവും ബൈബിളിലെ കുടുംബവും തമ്മിലൊരു അന്തർധാരയുണ്ട്. ആ അന്തർധാര നമുക്ക് അത്ര പെട്ടെന്ന് വ്യക്തമാകില്ല എന്ന് സൂചിപ്പിച്ച് ഞങ്ങൾ ആ ചർച്ച അവസാനിപ്പിച്ചു. പക്ഷേ ഇന്ന് ലൂയിസ് അലി ദമ്പതികളുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ വളരെ വ്യക്തമായൊരു കാര്യം എനിക്ക് നിങ്ങളോട് സംവദിക്കാനുണ്ട്. വളരെ വ്യക്തമായൊരു കാര്യം. അത് ബൈബിളിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. പരിപൂർണമായ സന്തോഷവും പരിപൂർണമായ സമാധാനവും മുഴുവൻ സമയ ആനന്ദവും നിറഞ്ഞൊരു കുടുംബം ഇല്ല. കാറ്റഗോറിക്കലി അതില്ല. നമ്മളൊരു കുടുംബം നല്ലതാണ് എന്ന് പറയുന്നുണ്ട് എങ്കിൽ ദൈവത്തിന്റെ, നമ്മൾ ഈ നൊവേന ആരംഭിച്ച ആദ്യത്തെ പ്രാർത്ഥന കുടുംബത്തെ സ്ഥാപിച്ച ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ടാണ്. കുടുംബത്തെ സ്ഥാപിച്ച ദൈവമേ. അങ്ങനെ ദൈവം സ്ഥാപിച്ച കുടുംബത്തിന് പെർഫെക്റ്റ് ഫാമിലി ഇല്ല. ഇത്ര വ്യക്തമായിട്ട് ഇത് നമ്മളോട് പറയുന്ന ഒരു ദിവസമാണ്. സന്തോഷം മാത്രമുള്ള, സമാധാനം മാത്രമുള്ള, മക്കൾ മാതാപിതാക്കളെ അനുസരിക്കുന്ന, ദമ്പതികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ എല്ലാം മനസ്സിലാകുന്ന ഒരു കുടുംബം ഇന്ന് വരെ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. അതിന് ദൈവം സൃഷ്ടിച്ചിട്ടുമില്ല. അത്തരമൊരു ചുറ്റുപാടിലാണ് നമ്മൾ ലൂയിസ് അലി ദമ്പതികളുടെ തിരുനാൾ ആഘോഷിക്കുന്നത്. വെറുതെ ഒന്ന് ബൈബിളിലൂടെ കടന്നു പോകാം. ഏറ്റവും ആദ്യത്തെ കുടുംബം ഏതാണ്? ആദവും ഹവ്വായും ഒക്കെ ചേർന്നതാണ്. നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകങ്ങൾ ആരംഭത്തിൽ വായിക്കുന്നുണ്ട്. ഈ ആദത്തിന്റെയും ഹവ്വായുടെയും കുടുംബത്തിൽ ആദ്യം കേട്ടത് പ്രാർത്ഥനയായിരുന്നു. അല്ല, ആദത്തിന്റെയും ഹവ്വായുടെയും കുടുംബത്തിൽ ആദ്യം കേട്ടത് പ്രാർത്ഥനയല്ല, മറിച്ച് കുറ്റപ്പെടുത്തലാണ്. ബൈബിൾ എത്ര സത്യസന്ധമായിട്ടാണ് കാര്യങ്ങളെ വിവരിക്കുന്നത്. ഈ ബൈബിളിനോടുള്ള, അച്ഛനുമായിട്ട് സംബന്ധിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞൊരു പോയിന്റാണ്, ഈ ബൈബിളിനോട് നമുക്ക് തോന്നേണ്ട ഏറ്റവും വലിയ ബഹുമാനം, ബൈബിൾ വളരെ സത്യസന്ധമാണ്. സോ ഓണസ്റ്റ്. നമ്മൾ പറഞ്ഞത് ബ്രൂട്ടലി ഓണസ്റ്റ് ആണ് ബൈബിൾ. ബ്രൂട്ടലി ഓണസ്റ്റ്.
ഏറ്റവും ആദ്യത്തെ കുടുംബത്തിൽ ആദ്യം കേട്ടത് പ്രാർത്ഥനയല്ല. ഏറ്റവും ആദ്യത്തെ കുടുംബത്തിൽ ആദ്യം കേട്ടത് കുറ്റപ്പെടുത്തലാണ്. മറ്റൊരു കുടുംബത്തിലേക്ക് ചെന്നാൽ അബ്രാഹാം എന്താണ്? വിശ്വാസികളുടെ പിതാവാണ്. അബ്രാഹത്തിന്റെ കുടുംബത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? അവിടെ എന്താ കേട്ടത്? വിശ്വാസികളുടെ പിതാവായ അബ്രാഹത്തിന്റെ കുടുംബത്തിൽ കേട്ടത് വേർപാടിനെ കുറിച്ചിട്ടാണ്, വിട്ടുപിരിയലിനെ കുറിച്ചിട്ടാണ്, സങ്കടത്തെ കുറിച്ചിട്ട് തന്നെയാണ്. അവന്റെ സഹോദരങ്ങളെ വിട്ടുപിരിഞ്ഞ് അവൻ പോവാണ്. പിന്നീട് വരുമ്പോൾ യാക്കോബിന്റെ കുടുംബത്തെ കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്. യാക്കോബിന്റെ കുടുംബത്തിൽ എന്താണ്? ചതിയാണ്. പിന്നീട് മുന്നോട്ട് പോയാൽ ദാവീദിനെ കുറിച്ച് കേൾക്കുന്നുണ്ട്. ഇവരെല്ലാവരും പ്രധാനപ്പെട്ട വ്യക്തികളായതുകൊണ്ടാണ് ഞാൻ ഇവരെയൊക്കെ തന്നെ ചൂസ് ചെയ്തത്. ദാവീദിന്റെ കുടുംബത്തിൽ എന്താണ്? പാപത്തിന്റെ കെട്ടുപാടുകൾ നിറഞ്ഞൊരു കുടുംബമാണ്. ഇപ്രകാരം ഓരോ വ്യക്തികളുടെയും കുടുംബത്തെ ബൈബിളിൽ തന്നെ നോക്കുമ്പോൾ അത്ര നല്ല കുടുംബങ്ങളൊന്നും ബൈബിളിൽ ഇല്ല. പിന്നെ ഞാൻ ചോദിച്ചപ്പോൾ ചിലർ പറഞ്ഞു തിരുകുടുംബം എന്ന് പറഞ്ഞു. എന്ത് സന്തോഷമാണ് അതിനകത്തുണ്ട്, എന്ത് സന്തോഷമാണ് അതിനകത്തുണ്ട്. ദൈവത്തിന്റെ ആത്മാവിനാൽ പ്രചോദിതരായി ദൈവത്തെ അവരനുസരിച്ചു എന്നുള്ളതും രക്ഷകനായ ഈശോയ്ക്ക് ഈ ഭൂമിയിൽ അവതരിക്കുവാൻ ഇടം കൊടുത്തു എന്നുള്ളതിനും അപ്പുറം ശാരീരികവും മാനസികവും ആത്മീയവുമായ കഷ്ടപ്പാടുകളിലൂടെ, വേദനകളിലൂടെ കടന്നുപോയവരാണ് മേരിയും ജോസഫും. ഇപ്രകാരം ഒരു പെർഫെക്റ്റ് ഫാമിലി ഇല്ല എന്ന് സുവിശേഷവും ബൈബിൾ ഉടനീളവും അത് സാക്ഷ്യപ്പെടുത്തുകയാണ്. അവിടെയാണ് ലൂയി സെലി ദമ്പതികൾ ഒരു ഉത്തരവാദം. നമ്മളെല്ലാവരും കുടുംബത്തിൽ ഭൂരിഭാഗം പേരും അല്ല, നമ്മളെല്ലാവരും തന്നെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കുടുംബവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. ഞാൻ കുറെ കാലം പുറത്തായിരുന്നു, പഠനത്തിലായിരുന്നു. വന്നിട്ട് ഏകദേശം 3 മാസമായി. അതിൽ 2 മാസമായിട്ട് അച്ഛന്റെ കൂടെ അസോസിയേറ്റ് ചെയ്യാണ്. റിന്യൂവൽ സെന്ററിലാണ് താമസം. അപ്പോൾ ഈ ജോലിയുടെ കൂടെ എനിക്കൊരു ചെറിയ പള്ളിയും കൂടിയുണ്ട്. ചിറ്റൂര് ധ്യാന കേന്ദ്രത്തോട് ചേർന്ന ഒരു ചെറിയ പള്ളിയുണ്ട്. അത് എറണാകുളം ബസലിക്കയുടെ സബ് സ്റ്റേഷനാണ്. അവിടെ ഞാൻ പ്രീസ്റ്റ് ഇൻചാർജാണ്. എല്ലാ ദിവസവും രാവിലെ റിന്യൂവൽ സെന്ററിൽ പോയി അവിടെ കുർബാന ചൊല്ലും. അവിടെ കഴിഞ്ഞ മാസം ആദ്യ വെള്ളിയാഴ്ചയ്ക്ക് കുർബാനയെ കൊടുക്കാൻ ഞാനൊരു വീട്ടിൽ ചെല്ലാണ്. ഞാൻ സാധാരണ കാറിനാണ് റിന്യൂവൽ സെന്ററിൽ അവിടെ പോവുക. പക്ഷെ നമുക്ക് ഈ വീട്ടിൽ കുർബാനയ്ക്ക് കൊടുക്കാൻ പോകണമെങ്കിൽ വെയിലാണെങ്കിലും മഴയാണെങ്കിലും കറക്റ്റായ സ്കൂട്ടറിനെ പോകാൻ പറ്റുള്ളൂ. അതൊരു ചെറിയൊരു റോഡാണ്. ഒന്നുകിൽ സ്കൂട്ടർ അല്ലെങ്കിൽ നടന്നു പോകും. ആദ്യമായിട്ട് ഈ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ഞാൻ ആ വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീടിന്റെ വാതിൽക്കൽ, ചെറിയ വീടാണ്, ഇങ്ങനെ കുറച്ചു ദൂരം ഈ ചെറിയ സ്ലാബിട്ട വഴിയിലൂടെ ഒരാൾക്ക് മാത്രം പോകാവുന്ന തരത്തിലുള്ള റോഡിലൂടെ നമ്മൾ ചെന്നാലാണ് ഈ വീടെത്തുക. അവിടെ ചെന്നപ്പോ ആ വീടിന്റെ വാതിൽക്കൽ തന്നെ 42 വയസ്സുള്ള, ശാരീരികമായിട്ട് കാണാനൊക്കെ നല്ല കെൽപ്പുള്ള ഒരു പയ്യൻ, ഒരു യുവാവ് കസേരയിൽ ഇരിക്കുന്നു. ഞാൻ ചെന്നിട്ടും അവൻ എഴുന്നേൽക്കുന്നില്ല. അവൻ ഇരുന്നിടത്ത് തന്നെ ഇരുന്ന് എന്നെ ഗ്രീറ്റ് ചെയ്തു, സ്തുതി ചൊല്ലി, ചിരിച്ചു. അകത്ത് ഒരു അമ്മയുണ്ട്, വളരെ ഇരിച്ച് ശോഷിച്ച ഒരു സ്ത്രീ, പ്രായമായ സ്ത്രീ, സാരിയെ കൊണ്ട് നിൽക്കുകയാണ്. അപ്പോ കപ്പ്യാരി വിവരിച്ചു, ഈ 42 വയസ്സുള്ള യുവാവ് കാലം അരിക്ക് കീഴ്പോട്ട് പാരലൈസ്ഡ് ആണ്. അമ്മയാണ് ഇവനെ മുഴുവൻ നോക്കുന്നത്. 42 വയസ്സ്. അവനെ ബിംബസാരിപ്പിച്ചു, കുർബാനയിൽ കൊടുത്തു, അകത്ത് ചെന്നു, അമ്മയുടെ മുറിയിലിരുന്നു, അമ്മയുടെ കട്ടിലിരുന്ന് അമ്മയെ ബിംബസാരിപ്പിക്കുകയാണ്. 74 വയസ്സുണ്ട്. ഈ അമ്മ എന്നോട് 2 വാചകങ്ങളാണ് ആദ്യം പറഞ്ഞത്. ആ വാചകമാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അമ്മ പറഞ്ഞു, അച്ഛാ, മൂത്ത മോനുണ്ടായിരുന്നു, ആത്മഹത്യ ചെയ്തു. മൂത്ത മോന്റെ ആത്മഹത്യക്ക് ശേഷം ഭർത്താവിന് ക്യാൻസർ വന്നു. 3 വർഷക്കാലം അയാളെയും കൊണ്ട് ഞാൻ നടന്നു. അയാളും പോയി. ഇനി ഇവർക്കുള്ളത് ഈ മോനാണ്. ഇവൻ ഓട്ടോ ഡ്രൈവറായിരുന്നു. എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ ഓട്ടോ ഓടിച്ചുകൊണ്ടിരുന്നതാണ്. ഒരു ദിവസം പൊടുന്നനെ ഇവന്റെ അരയ്ക്ക് കീഴ്പോട്ട് തളർന്നു. ഇപ്പൊ ഇവനെയും നോക്കുന്നത് ഞാനാണ്. കഴിഞ്ഞ 13 വർഷമായിട്ട് മൂത്ത മകൻ ആത്മഹത്യ ചെയ്തു. അതിനുശേഷം 3 വർഷം കഴിഞ്ഞപ്പോൾ ഭർത്താവിന് ക്യാൻസർ വന്നു. അയാളെ കൊണ്ടുള്ള ഹോസ്പിറ്റലുകൾ മുഴുവൻ കയറി ഇറങ്ങി നടന്നു. കഴിഞ്ഞ 2 വർഷമായിട്ട് ഇളയ മകൻ അരയ്ക്ക് കീഴ്പോട്ട് തളർന്നിരിക്കുകയാണ്. കഴിഞ്ഞ 13 വർഷമായിട്ട് ഇത് തന്നെയാണ് എന്നിട്ട് പറഞ്ഞു ഒരൊറ്റ അവസാനത്തെ വാചകം ഇതാണ്: ദൈവാനുഗ്രഹം കൊണ്ട് ഒന്നിനും കുറവില്ല.
ഈ വാചകം സത്തായിരിക്കലല്ല, ഇത് സത്തായിരിക്കലായിട്ടൊരു വാചകമല്ല. ആത്മാർത്ഥതയോടെ ആ സ്ത്രീ പറഞ്ഞതാണ്, ദൈവാനുഗ്രഹം കൊണ്ട് അച്ചു ഒന്നിനും കുറവില്ല. ഇത് പറയാൻ ഈ സ്ത്രീയെ പ്രേരിപ്പിച്ചത് എന്താണ്? നമ്മുടെയൊക്കെ കാറ്റഗറി, നമ്മുടെയൊക്കെ ക്രൈറ്റീരിയ വെച്ച് നോക്കുകയാണെങ്കിൽ, മാനദണ്ഡം വെച്ച് നോക്കുകയാണെങ്കിൽ, ഈ സ്ത്രീയുടെ കഴിഞ്ഞ 13 വർഷം നരകമായിരുന്നു. നരകമാണ്. ആ സ്ത്രീയാണ് പറയുന്നത്, ദൈവാനുഗ്രഹം കൊണ്ട് ഒന്നിനും കുറവില്ല. ലൂയിസ് സെലി ദമ്പതികളുടെ ജീവിതം നോക്കിയാൽ ഇത് തന്നെയാണ്. നമ്മൾ ഈ പറഞ്ഞതെല്ലാം അവിടെയുണ്ട്. ലൂയിസ് സെലിയും 2 വ്യത്യസ്ത കുടുംബങ്ങളിൽ ജീവിക്കാൻ ആഗ്രഹിച്ചവരാണ്. നിങ്ങൾ ലൂയിസ് സെലിയെ കുറിച്ച് എന്നേക്കാൾ കൂടുതൽ കേട്ട് കാണും. 2 വ്യത്യസ്ത കുടുംബങ്ങളിൽ ജീവിക്കാൻ ആഗ്രഹിച്ചവരാണ്. അത് ആ സ്വപ്നങ്ങൾ രണ്ടും നഷ്ടപ്പെട്ട് തിരിച്ചു വരുന്നു. ഒരു വേളയിൽ അവർ ഒരുമിച്ച് കല്യാണം കഴിച്ച് വിവാഹം കഴിച്ച് മുന്നോട്ട് പോകുന്നു. 9 മക്കൾ ഉണ്ടാകുന്നു. 4 മക്കൾ ശൈശവത്തിൽ തന്നെ മരിക്കുന്നു. 45-ാമത്തെ വയസ്സിൽ സെല്ലി ക്യാൻസർ വന്ന് മരിക്കുന്നു. ബാക്കിയുള്ള 5 പെൺകുട്ടികളെ ഈ അപ്പൻ വളർത്തുന്നു. അവരെല്ലാവരും മഠത്തിൽ പോകുന്നു. അപ്പന് ഏകാന്തത ഉണ്ടായി, ഡിപ്രഷൻ ഉണ്ടായി, അയാളെ കൂട്ടിലടക്കേണ്ട അവസ്ഥ വരുന്നു. ഇവിടെ എവിടെയാണ് ദൈവത്തിന്റെ സാന്നിധ്യമുള്ളത്? ദൈവത്തിന്റെ സാന്നിധ്യമുള്ളത്? പക്ഷേ ഇതിനൊരു സാക്ഷ്യം പറയുന്നത് വിശുദ്ധ കൊച്ചുത്രേസ്യ തന്നെയാണ്. നിങ്ങൾ കേട്ട് കാണും. വിശുദ്ധ കൊച്ചുത്രേസ്യ പറയുന്നു, എനിക്ക് ലഭിച്ച മാതാപിതാക്കൾ ഈ ഭൂമിയേക്കാൾ സ്വർഗത്തിന് പ്രിയപ്പെട്ടവരായിരുന്നു. ആ വാക്ക് വേറെ എങ്ങനെയാണ്? എനിക്ക് ലഭിച്ച മാതാപിതാക്കൾ ഈ ഭൂമിക്ക് ചേർന്നവരല്ല, അവർ സ്വർഗത്തിന് ചേർന്നവരായിരുന്നു. വിശുദ്ധ കൊച്ചുത്രേസ്യ പറയുന്ന വാക്കാണ്. എനിക്ക് ലഭിച്ച മാതാപിതാക്കൾ ഈ ഭൂമിക്ക് ചേർന്നവരല്ല, അവർ സ്വർഗത്തിന് ചേർന്നവരായിരുന്നു. ലൂയിസ് സെലി ദമ്പതികളുടെ വിവാഹ ജീവിതവും കുടുംബ ജീവിതവും ബൈബിളിലേതുപോലെ തന്നെ സങ്കടവും ദുരിതവും വേദനയും നിറഞ്ഞത് തന്നെയായിരുന്നു. അവിടെ എല്ലാം തികഞ്ഞ ഒരവസ്ഥ ഒരിക്കൽ പോലും അവർക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. 45-ാമത്തെ വയസ്സിൽ 9 മക്കളെ പ്രസവിച്ചതിന് ശേഷം ഈ സ്ത്രീ മരിക്കണമെങ്കിൽ എന്ന് അവർ പ്രസവം തുടങ്ങിക്കാണ്. എനിക്ക് അവരെ ഓർത്ത് വലിയ സങ്കടമാണ്, വ്യക്തിപരമാണ്. അത് അൽത്താരയിലൊന്ന് പറയാമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് അവരെ ഓർത്ത് വലിയ സങ്കടമാണ്. ഇത്രമാത്രം ശാരീരികമായ അസ്വസ്ഥതകളിലൂടെ അവരെ കടന്നുപോയിട്ടാണ്. ഈ 9 മക്കളെ വളർത്താനും അതിൽ 4 കുഞ്ഞുങ്ങൾ മരിച്ചുപോയ ഈ അപ്പന്റെ അവസ്ഥ എന്തായിരിക്കണം? എന്നിട്ടും അവർ ദൈവത്തിന്റെ കരം പിടിച്ച് ജീവിച്ചു എന്നുള്ളതാണ് ഈ കുടുംബത്തെ വിശുദ്ധ കുടുംബമാക്കി മാറ്റിയത്. ഈ ഒരു ഒറ്റ കാരണമാണ്, വേറെ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ വിശുദ്ധ ലൂയിസ് സെലി ദമ്പതികളെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ, അവരുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ കുടുംബത്തിന് ഒരു ഡെഫിനിഷൻ നൽകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു നിർവചനം. വിശുദ്ധമായ ഒരു കുടുംബത്തിന്, ദൈവം ആഗ്രഹിക്കുന്ന ഒരു കുടുംബത്തിന്, ദൈവം സ്ഥാപിച്ച ഒരു കുടുംബത്തിന് ഒരു നിർവചനം നൽകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കുടുംബം എന്നുള്ളത് മുറിവുകളില്ലാത്ത ഒരു പരിപൂർണതയല്ല, മുറിവുകൾക്കുള്ളിലെ ഒരു വിശുദ്ധിയാണ്. കുടുംബം എന്നത് മുറിവുകളില്ലാത്ത ഒരു പരിപൂർണതയല്ല, മുറിവുകൾക്കുള്ളിലെ ഒരു വിശുദ്ധിയാണ്. ഇത് പാലിക്കാനാണ്, ഇത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് നാം ഓരോരുത്തരും ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത്. ഈശോയോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇത്തരമൊരു ചിന്തയിലൂടെ, ഇത്തരമൊരു വിചാരത്തിലൂടെ, ഇത്തരമൊരു ബോധ്യത്തിലൂടെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ വ്യാപരിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഞാനൊരു ചോദ്യം ചോദിച്ചാൽ ഇവിടെ ഇരിക്കുന്ന ആരും കൈപൊക്കില്ല എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. ആ ചോദ്യം എന്താണെന്നറിയാം? സങ്കടമോ വേദനയോ ബുദ്ധിമുട്ടോ ഇല്ലാത്ത ഏതെങ്കിലും ഒരാൾ ഇവിടെ ഇരിപ്പുണ്ടോ? ഇല്ല. എല്ലാവരും ലൂയിക്കും ശരിക്കും ഉണ്ടായി. പ്രശ്നങ്ങളില്ലാതെ ജീവിക്കുന്ന ഒരു ദമ്പതി ഇതിനകത്തിരിപ്പുണ്ടോ? പരസ്പരം പ്രശ്നങ്ങളില്ലാത്ത ദമ്പതികൾ ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ഇല്ല. ലൂയിക്കും ശരിക്കും സ്റ്റിൽ ദേ ആർ ഓൾ സെയിംസ്. അവര് വിശുദ്ധരാണ്. എങ്ങനെയാണ്? ദൈവത്തിന്റെ കരം പിടിച്ചു എന്നുള്ളത് മാത്രമാണ്. ഈശോയോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവമേ, അവര് നടന്ന അതേ വഴിയിലൂടെ നടക്കുന്നവരാണ് നമ്മളും.
അവർ പോയ അതേ ബുദ്ധിമുട്ടുകളിൽ പേര് ജീവിക്കുന്നവരാണ് നമ്മൾ. ഒരൊറ്റ വ്യത്യാസം അല്ലെങ്കിൽ ഒരൊറ്റ വെല്ലുവിളി, ഈ വഴിയിലൂടെ നടക്കുമ്പോൾ ദൈവത്തിന്റെ കരം പിടിച്ച് നടക്കാൻ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഈ നൊവേനയിൽ നമുക്ക് തുടരാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ലൂയിസ് എലി ദമ്പതികൾ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ. ആമേൻ.